ഹലോ, എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ പഴംപൊരി തയ്യാറാക്കാം. എങ്ങനെ നമുക്ക് പഴംപൊരി തയ്യാറാക്കുന്നത് നോക്കിയാലോ? പഴംപൊരിയുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു ബൗൾ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം പഴംപൊരി തയ്യാറാക്കുന്നു അതിനനുസരിച്ച് വേണം മൈദ എടുക്കാൻ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. ദോശയുടെ മാവോ ഇഡ്ഡലിയുടെ മാവോ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഈ മാവാണ് കേട്ടോ നമ്മൾ പഴംപൊരിയെ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പഴംപൊരി ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി പഴംപൊരി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ 1 ടീസ്പൂണോളം മാവും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യാനുസരണം വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് മാവ് ലൂസാക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളം എടുത്ത് നമ്മൾ മാവ് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മാവ് തയ്യാറാക്കി എടുക്കാൻ. അതിനുശേഷം ഒരു കടായി ചൂടാക്കി എടുക്കുക. ചൂടായ കടായിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ നമ്മൾ നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം, ഞാൻ വളരെ നൈസായിട്ടാണ് കേട്ടോ പഴം കട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ 2 നേന്ത്രപ്പഴം വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഓരോ കട്ട് ചെയ്ത പീസും ഇതുപോലെ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മാവിൽ മുട്ടയൊന്നും ചേർക്കാതെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ പഴംപൊരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പഴംപൊരി ഇത്രത്തോളം പെർഫെക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ മാവ് ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ അന്ന് തന്നെ 1 ടീസ്പൂണോളം മാവ് എടുത്ത് വെച്ചിട്ട് അന്നോ നെക്സ്റ്റ് ഡേ ഇതുപോലെ പഴംപൊരി തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ലൊരു പെർഫെക്ഷനോടെ തന്നെ നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം ഞാൻ ഒരു 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ പഴംപൊരി ഒന്നും കടയിൽ നിന്ന് മേടിക്കൊന്നും വേണ്ട, വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൊടിയടെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു പഴംപൊരി തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റായി കൂടെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.